അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 20ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അദ്ദക്തൂർ ത്വഹ ഹുസൈനാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. ത്വഹ ഹുസൈനെ കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ എസ്എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബയോഡേറ്റ നമുക്ക് നോക്കി വെക്കാം. ത്വഹ ഹുസൈൻ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനും ചരിത്രകാരനും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്ററും ഒരു ചിന്തകനുമാണ്. അദ്ദേഹം ഇസ്ലാമിലെ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പഴയതിനെ അന്ത്യമായിട്ട് നമ്മുടെ പാരമ്പര്യങ്ങളെ അന്ധമായിട്ട് പിന്തുടരരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് ഭാഷകൾ അറിയുന്ന ആളായിരുന്നു. യുനാനിയ, അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷകൾ, ഫ്രഞ്ച് ഭാഷ, അതുപോലെ തന്നെ ഹബഷിയ, അബരിയ, സുരിയാനിയ, ഈ ഭാഷകളൊക്കെ അറിയുന്ന ഒരാളായിരുന്നു ത്വഹ ഹുസൈൻ. ത്വഹ ഹുസൈൻ 1889 മിസ്രിലെ അഥവാ ഇന്നത്തെ ഈജിപ്തിലെ ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അഗ്രികൾച്ചർ ഷിർക്കത്തുൻ സിറായിയ അഥവാ ഒരു അഗ്രികൾച്ചർ കമ്പനിയിലെ സാധാരണ ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 13 മക്കളിൽ 7ാമത്തെ മകനായിട്ടാണ് ത്വഹ ഹുസൈൻ ജനിക്കുന്നത്. ത്വഹ ഹുസൈന് 3 വയസ്സുള്ളപ്പോഴാണ് ത്വഹ ഹുസൈൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പഠിക്കാൻ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് വളരെ നല്ല ബുദ്ധിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും നൽകി. അദ്ദേഹം ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനം അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു മദ്രസയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് ഖുർആനെയും അതേപോലെ തന്നെ ചില ഗ്രന്ഥങ്ങളെയും ചില കവിതകളെല്ലാം മനഃപ്പാഠമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ സഹോദരൻ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. 1902 ത്വഹ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിൽ കൈറോയിലേക്ക് പോകുന്നത്. അദ്ദേഹം അങ്ങനെ അസ്ഹറിൽ പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. അസ്ഹറിൽ അഷേഖ് സയ്യിദുൽ മർസഫിയുടെ ക്ലാസ്സുകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും പക്ഷേ അദ്ദേഹം അസ്ഹറിൽ ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജീവിതമായിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം പിന്നീട് തൻ്റെ മകളോട് പറയുന്നതായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്, അസ്ഹറിലെ ജീവിതം വളരെയധികം കഷ്ടപ്പാടായിരുന്നു. കാരണം ആഴ്ചകളും മാസങ്ങളൊക്കെ ഞാൻ വെറും റൊട്ടി കറുത്ത തേൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചായയാണ്. ആ ചായയിൽ മുക്കിക്കൊണ്ട് റൊട്ടി തിന്നാണ് ജീവിച്ചിരുന്നത്. വളരെയധികം പ്രയാസമുള്ള ജീവിതമായിരുന്നു. അതുപോലെ തന്നെ അസ്ഹറിൽ ഉസ്താദുമാരൊക്കെ പഴയ കാര്യങ്ങളെ അന്ധമായി പിന്തുടരുകയും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനോടൊരു ശത്രുതാ മനോഭാവത്തോടുകൂടെ നേരിടുകയും ചെയ്യുന്ന ഒരു രീതിയെ, ഒരു പ്രവണതയെ അദ്ദേഹം ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് ജാമിയ അഹ്ലിയ 1908 ജാമിയ അഹ്ലിയ അഥവാ നാഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് അതിൽ ആദ്യമായിട്ട് ചേരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ത്വഹ ഹുസൈൻ. അങ്ങനെ അസ്ഹറിൽ രാവിലെ ക്ലാസ്സിലും പോകും, അതുപോലെ തന്നെ വൈകുന്നേരം ഈ ജാമിയ അഹ്ലിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിലും വരും. അവിടെ ആ ഒരു ജീവിതം തുടങ്ങിയപ്പോഴാണ് ത്വഹ ഹുസൈന് ശരിക്കും ഒരു വൈജ്ഞാനികമായിട്ടുള്ള ആനന്ദം ലഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഉസ്താദുമാരിൽ നിന്നുള്ള ക്ലാസ്സുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ക്രിറ്റിസിസത്തിലുള്ള ഒരുപാട് യൂറോപ്യൻ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ, യൂറോപ്യൻ ലെക്ചറുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം ക്രിറ്റിസിസത്തിൽ വളരെയധികം ആകർഷ്ടനാവുകയും ചെയ്തു. 1914 അദ്ദേഹം ദക്തൂർ അഥവാ ഡോക്ടറേറ്റ് നേടുന്നത്. 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് വനദറൻ ഇല അൽമിയാത്തി ത്വഹ ഹുസൈൻ. ത്വഹ ഹുസൈൻ വളരെയധികം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ജാമിയത്തുൽ അഹ്ലിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഒരു സംഘത്തിൽ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അയക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം മോംബലിയിൽ പോവുകയും പിന്നീട് അവിടെ നിന്ന് പാരീസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചാണ് അദ്ദേഹം ജാമിയ സർബൂനിലെയും അതുപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിലും വെച്ച് അദ്ദേഹം ഒരുപാട് സാഹിത്യ അതുപോലെ തന്നെ ചരിത്ര ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അദ്ദേഹം അതിൽ വളരെയധികം പഠിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം റോമൻ അതുപോലെ തന്നെ യൂനാൻ ഗ്രീക്ക് ചരിത്രങ്ങളും പഠിച്ചു. അതിനുശേഷം അദ്ദേഹം സൈക്കോളജി അതുപോലെ തന്നെ ഫൽസഫ ഈ 2 മേഖലയും അദ്ദേഹം പഠിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഒരുപാട് ഓറിയൻ്റലിസ്റ്റുകളുടെ ക്ലാസ്സുകൾ കേൾക്കാനും തുടങ്ങി. അങ്ങനെ ഫ്രാൻസിൽ വെച്ചാണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. അതിനിടയിൽ അദ്ദേഹം യുനാനിയ അതുപോലെ തന്നെ ലാറ്റിൻ ഈ 2 ഭാഷകളും അദ്ദേഹം പഠിച്ചു. ഇങ്ങനെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് പഠനകാലത്ത് ഒരു ഫ്രഞ്ച് യുവതി അദ്ദേഹത്തിൻ്റെ പഠനകാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പിന്നീട് 1917 ആ സ്ത്രീയെ തന്നെയാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. അവളുടെ പേര് സൂസൻ എന്നായിരുന്നു. സൂസനെ വിവാഹം ചെയ്യുകയും പിന്നീട് അവർക്ക് അമീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ മുനിസ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയും ഉണ്ടായി. ഈ സൂസനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളരെയധികം പ്രയാസം നിറഞ്ഞ സമയത്ത് സൂസൻ വരവോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായി എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം അവിടെ പഠിക്കുകയും അദ്ദേഹം ചരിത്രത്തിൽ ഒരു ഡിഗ്രി എടുക്കുകയും പിന്നീട് ഫൽസഫ ഇബ്നു ഖൽദൂനുൽ ഇജ്തിമാഇയ്യ എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം വീണ്ടും 1918 വീണ്ടും ഒരു ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1919 അദ്ദേഹം മിസ്രിലേക്ക് തിരിച്ചു
തിരിച്ചു വരികയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പഴയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജാമിയ അഹ്ലിയ അഥവാ ഇന്ന് ജാമിയ മിസ്രിയ എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റോമൻ അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രത്തിൻ്റെ ഉസ്താദായിട്ട് അദ്ദേഹം നിയമിക്കപ്പെടുകയും ചെയ്തു. അവസാനത്തെ പാരഗ്രാഫിൽ വഫി ആം 1924 അദ്ദേഹം മിസ്രിലെ ജാമിയ മിസ്രിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഒരു ഗവൺമെൻറ്റൽ യൂണിവേഴ്സിറ്റിയായി മാറി. അങ്ങനെ ത്വഹ ഹുസൈൻ അവിടെയുള്ള അറബി ലിറ്ററേച്ചറിൻ്റെ ഉസ്താദായി മാറുകയും ചെയ്തു. 1925 അത് നടക്കുന്നത്. പിന്നീട് അദ്ദേഹം താരീഖ് അതുപോലെ തന്നെ ഫൽസഫ, എഡ്യൂക്കേഷൻ അതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുകയുണ്ടായി. 1943 അദ്ദേഹം അലക്സാണ്ടർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിൽ വളരെയധികം വലിയ രീതിയിലുള്ളൊരു പങ്ക് വഹിക്കുകയും അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മുദീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ് സ്ഥാനം, ആ സ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1950 അദ്ദേഹം എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ തർബിയത്തു വ താലിം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് അദ്ദേഹം 1950 തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഫ്രീ എഡ്യൂക്കേഷൻ മജാനിയത്തു താലിം വ തകാഫുൽ ഫുർസ് ഫ്രീ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഈക്വൽ അവസരങ്ങളും 1950 അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി മാറുകയും ചെയ്തു. 1950 അദ്ദേഹം തർബിയത്ത് വ താലിം എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി മാറുകയും ചെയ്തു, വിദ്യാഭ്യാസ മന്ത്രിയായി മാറി 1950. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളായിരുന്നു, ഒന്ന് മജാനിയത്തു താലിം, 2 തക്കാഫുൽ ഫുർസ്, അതാ ഫ്രീ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങളും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മനുഷ്യർക്കും വെള്ളവും അതേപോലെ തന്നെ വായുവും പോലെ തന്നെ ഭക്ഷണം പോലെ തന്നെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അറിവ് അതേപോലെ തന്നെ പഠനം എന്നുള്ളത്. 1951 അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഹോണറബിൾ ഡോക്ടറേറ്റ് നൽകുകയും ചെയ്തു. 1950 ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒഫീഷ്യൽ സ്ഥാനങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം 1973 അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് 84 വയസ്സാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് വരെ അദ്ദേഹം ജീവിതത്തിൻ്റെ ബാക്കി ഭാഗമെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. 1973 ഒക്ടോബർ 28 84 വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് UN നിന്ന് അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ റൈറ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം കരസ്ഥമാക്കിയതിൻ്റെ പിറ്റേ ദിവസം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. പിന്നീട് ഈ ഭാഗത്ത് പറയുന്നത് ത്വഹ ഹുസൈൻ്റെ കുറച്ച് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്. ത്വഹ ഹുസൈൻ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് മേഖലകളിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 1910 അദ്ദേഹം യഥാർത്ഥത്തിൽ ഗ്രന്ഥരചന തുടങ്ങുന്നത്. തൻ്റെ 63 വർഷ കാലഘട്ടത്തിൽ ഒരുപാട് മേഖലകളിൽ, അത് ട്രാൻസ്ലേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ചിന്തകളാവട്ടെ, അല്ലെങ്കിൽ ക്രിറ്റിസിസം ആവട്ടെ, അല്ലെങ്കിൽ ചരിത്രമാവട്ടെ, അതല്ല സാഹിത്യമാവട്ടെ, എല്ലാ മേഖലകളിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുന്നുണ്ട്. അതും ഒരുപാട് വിവിധ പബ്ലിഷിംഗ് ബ്യൂറോകളിലൂടെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹം ബൈറൂത്തിലുള്ള ദാറുൽ കിതാബുൽ ലബനാനി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷന് അദ്ദേഹത്തിൻ്റെ എല്ലാ കിതാബുകളും അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട്. അങ്ങനെ 1973-74 വർഷങ്ങളിൽ അവർ 19 മുജല്ലദുകൾ 19 വാള്യങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ 19 വാള്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. അവസാനമായിട്ട് മജീസാത്ത് ത്വഹ ഹുസൈന് ചില പ്രത്യേകതകളാണ് പറയുന്നത്. ത്വഹ ഹുസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യകാരനാണ്. അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം പല രചനകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കവിതകൾ, ഒരുപാട് സാഹിത്യങ്ങൾ, ഒരുപാട് കഥകൾ, അതുപോലെ തന്നെ അത് തംസീലി എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടുള്ള കഥകളാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ അദ്ദേഹം ഒരുപാട് രചനകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അറബി നാടിന് ഒരുപാട് സേവനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അറബി മേഖലക്കാണെങ്കിലും അറബി സാഹിത്യത്തിനാണെങ്കിലും നാടുകൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലയിലും അദ്ദേഹത്തിന് ഒരുപാട് എതിരാളികളും ഉണ്ടായിട്ടുണ്ട്. പല മേഖലയിലും അദ്ദേഹത്തിനാൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരുപാട് പേരും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്താണെങ്കിലും അദ്ദേഹം സാഹിത്യത്തിലാണെങ്കിലും ഒരുപാട് പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നിലവിലുണ്ടായിരുന്ന ഒരുപാട് കൺസെപ്റ്റുകളെ അദ്ദേഹം വിമർശിക്കുകയും അതിനെതിരെ അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ ഈ ഓറിയൻ്റലിസ്റ്റ് ചിന്താഗതിയായിരുന്നു. കാരണം അദ്ദേഹം ഏതുപോലെയുള്ള സാന്ത് ബൗഫിനെ പോലെയുള്ള ബ്രോൺ തിയറിനെ പോലെയുള്ള ഒരുപാട് ഓറിയൻ്റലിസ്റ്റുകളുടെ സമാനമായിട്ടുള്ള ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മൻഹജ് ദീകാറാത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹം ഈ ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്ന് കടമെടുത്തൊരു രീതിയായിരുന്നു. അതായത് സ്കെപ്റ്റിസിസം എന്ന് പറയും.
ഈ പല കൃതികളും അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ രചിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതിനാണ് അങ്ങനെ പറയാം. അദ്ദേഹത്തിൻ്റെ പല കിതാബുകളും ഷെയറുൽ ജാഹിലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ആ രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അഥവാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഷിയറുകൾ, ആ കവിതകൾ യഥാർത്ഥത്തിൽ ഉള്ളതല്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതൊക്കെ വെറും കെട്ടുകഥകളാണ്, അതൊന്നും ഉണ്ടായതല്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷിയറുൽ ജാഹിലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഒരുപാട് പണ്ഡിതർ അദ്ദേഹത്തിനെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ അദീബ് സിരിയൻ സാഹിത്യകാരനായിട്ടുള്ള റഫീഖുൽ ആദിം, അതുപോലെ തന്നെ ഡോക്ടർ മുസ്തഫ സ്വാദിഖുർ റാഫിയായി. ഇവരൊക്കെ അദ്ദേഹത്തിനെ അറബി സാഹിത്യത്തിനെയും അറബി ചരിത്രത്തിനെയും വളച്ചൊടിക്കുന്ന ഒരാളായിട്ടാണ് ഇവരൊക്കെ ത്വഹാ ഹുസൈനെ കണ്ടിട്ടുള്ളത്. അവരൊക്കെ ത്വഹാ ഹുസൈൻ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വഹാ ഹുസൈൻ നിരീശ്വരവാദിയാണ് എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാരണത്താൽ തന്നെ ത്വഹാ ഹുസൈൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഷിയറുൽ ജാഹിലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ പല ഭാഗങ്ങളും കട്ട് ചെയ്യുകയും പിന്നീട് അത് ഫിൽ അദബിൽ ജാഹിലി എന്ന് പറയുന്ന രീതിയിൽ പിന്നീട് പുതിയൊരു പേരിൽ അദ്ദേഹം റീപബ്ലിഷ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും ഇന്നും കോൺട്രവേഴ്ഷ്യൽ ആയിക്കൊണ്ട് വിവാദങ്ങളായിട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ശൈലി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രത്യേകമായിട്ടുള്ളൊരു ശൈലി അദ്ദേഹത്തിൻ്റെ എഴുത്തിലും കാര്യങ്ങളൊക്കെ പ്രതിഫലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹിത്യശൈലി അദ്ദേഹത്തിൻ്റെ എല്ലാ ഗദ്യങ്ങളിലുമെല്ലാം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് നല്ല രീതിയിൽ സ്പർശിക്കുന്ന, അതുപോലെ തന്നെ വികാരങ്ങളൊക്കെ ഇളക്കി വിടുന്ന, വളരെ സ്പഷ്ടമായിട്ടുള്ള രുചിയുള്ള, അതേപോലെ തന്നെ എല്ലാവർക്കും അതിനെ ചിത്രീകരിക്കാൻ കഴിയുന്ന, കളറ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള, അഥവാ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം ആ ഒരു രീതിയിൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ത്വഹാ ഹുസൈനെ കുറിച്ച് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കുക. എല്ലാം കൂടെ ഓർത്തു വെച്ചാണ്ട് വെറുതെ പിന്നൊന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഒരു കഥ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടവും അദ്ദേഹം അന്ധനാവുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവാഹവും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഈ ഒരുപാട് വർഷങ്ങളുണ്ട്, അതൊന്നും മനഃപ്പാടമാക്കി വെക്കണമെന്നില്ല. ആ ഒരു കഥ മോഡൽ തന്നെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ കൂടെ 3 നെസ്സുകൾ ഇതിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. കൂടുതൽ കഷ്ടപ്പെട്ടാണ്ട് ഡേറ്റുകളും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.